പാതിവില തട്ടിപ്പ് കേസിൽ കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റിയ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച ഇ.ഡി. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത അനന്തുകൃഷ്ണൻ, ആനന്ദകുമാർ എന്നിവർക്ക് പുറമെ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ കൈക്കലാക്കിയ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇ.ഡിയുടെ നീക്കം. ഭൂമി വിൽപ്പനയ്ക്ക് അനന്തുകൃഷ്ണനിൽ നിന്ന് അഡ്വാൻസ് തുക കൈപ്പറ്റിയ ഭൂവുടമകളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇ.ഡി. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ആനന്ദകൃഷ്ണനും ആനന്ദകുമാറിനും പുറമെ ചില വമ്പൻ സ്രാവുകൾ കൂടിയുണ്ട്. അവരിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇ.ഡിയുടെ അന്വേഷണം അത് എങ്ങനെ പുരോഗമിക്കുന്നു? രാഗി, പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് അതിന്റെ അന്വേഷണം മരവിപ്പിക്കുന്ന ഓരോ നിലയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ലാലി വിൻസെന്റ്, കോൺഗ്രസ് അതിന്റെ അന്വേഷണം മരവിപ്പിക്കുന്ന ഓരോ നിലയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ലാലി വിൻസെന്റ്, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പാതിവില തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടുകളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവർക്ക് പുറമെ മറ്റു നിരവധി ആളുകൾക്ക് കൂടി ഇതിൽ പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് പണം വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം സമാഹരിച്ച് ആ പണം കൈമാറിയ ആളുകളിൽ നിരവധി പ്രമുഖരായ ആളുകളുണ്ട്. മറ്റ് ചില ആളുകൾ ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുന്നു എന്ന് തന്നെ ുള്ള നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, ഈ അനന്തകൃഷ്ണൻ പല ഭാഗങ്ങളിൽ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പണം അഡ്വാൻസായി നൽകിയിരുന്നു. പല ഭാഗങ്ങളിൽ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പണം അഡ്വാൻസായി നൽകിയിരുന്നു. പല സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയതിനൊപ്പം തന്നെയാണ് മറ്റു നിരവധി ഭാഗങ്ങൾ ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ഉപയോഗപ്പെടുത്തി 1000 കോടിയോളം രൂപ ഉദ്ദേശം കണക്കാക്കുന്ന ഈ തട്ടിപ്പിന്റെ, വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പിന്റെ നല്ലൊരു ശതമാനം തുക കൈമാറിയിരിക്കുന്നത് ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പല ഭൂവുടമകൾക്കായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂവുടമകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ പണം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ഇത്തരം കള്ളപ്പണ കേസുകളിൽ പണം നഷ്ടമായ ആളുകളുടെ നിക്ഷേപ തുക അത് തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്താറുണ്ട്. അതിന് ഈ പണം അഡ്വാൻസ് തുകയായി നൽകിയ കോടിക്കണക്കിന് രൂപ തിരികെ ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത്. അഡ്വാൻസ് തുക തിരികെ നൽകാനാണ് ഇ.ഡി ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. പല ആളുകളും അത് മറ്റ് ചില ആവശ്യങ്ങൾക്കായി, മറ്റു പല കാര്യങ്ങൾക്കുമായി വിനിയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ കടം വീട്ടാനടക്കം നൽകി എന്ന കാര്യമാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പണം തിരികെ പിടിക്കാനുള്ള ഒരു നടപടികൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടക്കത്തിലുള്ള ഒരു ആവേശത്തിലല്ല മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ശുഷ്കാന്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമൊന്നും തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല ഭാഗങ്ങളിലായി ഓഫീസുകൾ തുറന്ന് നിരവധി ഉദ്യോഗസ്ഥരെ പല സ്ഥലത്തായി വിന്യസിച്ചുകൊണ്ടാണ് തുടക്കം അന്വേഷണം ആരംഭിച്ചത്. എങ്കിൽ കാര്യമായി ഇപ്പോൾ അന്വേഷണം ഏതാണ്ട് ഈ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ ഉയർന്നിട്ട് ഏതാണ്ട് 1 വർഷമാകുന്നു. പക്ഷേ ഇതിൽ എത്ര FIRകൾ ഇട്ടിട്ടുണ്ട്? പലരുടെയും പരാതികൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നതല്ലാതെ അത് മുന്നോട്ട് നീങ്ങിയതായി വിവരമില്ല. ഇത്തരം പരാതിക്കാരുടെ ആക്ഷേപങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരുപാട് പരാതിക്കാർ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇ.ഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആശ്വാസം നൽകുന്നുമുണ്ട് പരാതിക്കാർക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അത് ദ്രുതഗതിയിൽ നടക്കുന്നു എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് രാഗി സൂചിപ്പിച്ചതുപോലെ പല സ്റ്റേഷനുകളിലും പരാതികൾ നൽകിയിട്ടും ആ പരാതിയിൽ FIRകൾ രജിസ്റ്റർ ചെയ്യാൻ പോലും പല പോലീസ് സ്റ്റേഷനുകളിലും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പലർക്കും ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് മാത്രമല്ല, ലാപ്ടോപ്പുകൾ അടക്കം പകുതി വിലയ്ക്കും വളരെ തുച്ഛമായ വിലയ്ക്കും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ അനന്തകൃഷ്ണനും ആനന്ദകുമാറും എല്ലാം തന്നെ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് തന്നെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ആനന്ദകുമാറിന്റെ വലിയ ബന്ധങ്ങൾ, വിവിധ മേഖലകളിലുള്ള ബന്ധങ്ങൾ എല്ലാം തന്നെ ഈ തട്ടിപ്പിനെ ആനന്ദകുമാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണനും വലിയ തോതിൽ നേരിട്ടും മറ്റ് ആളുകളെ ഉപയോഗപ്പെടുത്തിയും എല്ലാം തന്നെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറുകയും
നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പണം പകുതി പണമാണ് പല ആളുകളും ഇരുചക്ര വാഹനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഇ ഡി വൃത്തങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഈ പകുതി തുക, അതായത് തട്ടിപ്പിലൂടെ ഉള്ള പണമാക്കി അത് അനന്തകൃഷ്ണൻ മാറ്റിയത് കൊണ്ട് തന്നെ അത് എത്രമാത്രം അവർക്ക് തിരികെ ലഭിക്കുമെന്നത് ഒരു സംശയകരമായ കാര്യമാണ്. കാരണം പകുതി പണം മാത്രം കൊടുത്താണ് ഇരുചക്ര വാഹനം വാങ്ങിയിരിക്കുന്നത്. മറ്റ് പകുതി തുക ഇപ്പോൾ തട്ടിപ്പിന്റെ ഭാഗമായി ഉപയോഗപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കള്ളപ്പണമായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടികളിലേക്ക് കൂടി ഈ പണം തിരികെ പിടിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കള്ളപ്പണം തിരികെ പിടിക്കാനുള്ള നടപടികളിലേക്ക് മാത്രമല്ല, ഈ നിക്ഷേപകരെ ഈ പകുതി പണം മാത്രം നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നത് സംശയകരമാണ് നിലവിൽ എന്ന കാര്യം തന്നെയാണ് ഇ ഡി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു തരത്തിൽ പണം നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ നിക്ഷേപകർ എന്ന നിലയിൽ പണം തിരികെ നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരമാവധി പണം തിരികെ നൽകാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇ ഡി വ്യാപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആകെ പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം എന്നുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒന്നും എങ്ങും എത്താത്ത ഒരു സ്ഥിതിയുണ്ട്. പരാതിക്കാരുടെ പല പരാതികളും പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.